എത്ര കഴിച്ചാലും മതി വരാത്തൊരു സാധനം തന്നെയാണ് ഈ കുഴിമന്തി. അതിന്റെ ഒരു വെറൈറ്റി സംഭവം നമ്മുടെ പാലോടുണ്ട്. പാലോട് പുതുതായിട്ട് തുടങ്ങിയ ഫുഡ് സ്റ്റോറീസ്. നേരെ തന്നെ കടയുടെ അകത്തേക്ക് ചെല്ലുമ്പോൾ വമ്പ ആംബിയൻസിലാണ് ഇവരെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇന്തമാതിരി കട നമ്മുടെ നാട്ടിൽ വേറെ ഒന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരേ തരത്തിലുള്ള ആഹാരമാണെങ്കിൽ അത് വ്യത്യസ്തമായ രുചികൾ കഴിക്കുന്നത് എല്ലാവർക്കും പൊതുവേ ഇഷ്ടമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇതേപോലുള്ള കടകൾ പിന്നും പരിചയപ്പെടുത്തുന്നത്. അടുത്ത ഫ്ലോർ കണ്ട് കണ്ണുമഞ്ഞളിച്ച് നമ്മൾ നേരെ മേളിലേക്ക് വന്ന് ഇവിടെ AC ആണ്. നമ്മൾ ആ AC ഇരുന്ന ഒരു കുഴിമന്തി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉടനെ തന്നെ നമ്മുടെ ടേബിളിലേക്ക് അത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു കൂട്ടുകാരെ. നമുക്ക് കഴിച്ചു തുടങ്ങാം. കുഴിമന്തി മുന്നേ കിട്ടിയ ആദ്യം ചോറ് തിന്നാതെ അതിന്റെ ചിക്കൻ പീസിൽ നിന്ന് കുറച്ച് തിന്നുന്നത് എനിക്ക് എൻ്റെ ഒരു ശീലമായി പോയി. എന്ത് ചെയ്യാം മക്കളെ, അതിൽ നിന്ന് ഞാൻ എടുത്തു തിന്നു. പിന്നെ അതിനുശേഷം ഒരു മയോണൈസ് മുക്കിയ പീസും എടുത്ത് കഴിച്ചു നോക്കി. അതും കൊള്ളായിരുന്നു, രക്ഷയില്ല. നല്ല കുഴിമന്തി എവിടെ ഉണ്ടെങ്കിലും അവിടെ പോകാന്ന് പറഞ്ഞുകൊണ്ട് ചാടി ഇറങ്ങുന്ന അജിത്തിന്റെ രാഹുലിന്റെ മുമ്പെയാണ് നമ്മളിത് വെച്ചെന്നുള്ള കാര്യം പിന്നീടാണ് ഞാൻ മറന്നത്. സംഭവന്മാർ കുറെ അങ്ങ് ഉള്ളിലാക്കിയിട്ടുണ്ടായിരുന്നു. എന്തായാലും നമ്മുടെ പാലോട് നിന്നുള്ള ഈ ഫുഡ് സ്റ്റോറീസിൽ നിന്ന് ഈ കുഴിമന്തി കഴിച്ചിട്ട് എന്തായാലും നഷ്ടമായിട്ടില്ല. അത് അതിന്റെ പൈസയ്ക്ക് തന്നെ ഉണ്ട്, നല്ല ടേസ്റ്റുമായി. ഫുഡ് സ്റ്റോറീസിന്റെ ലൊക്കേഷൻ മറക്കാതിരിക്കുക. ഇപ്പോൾ തന്നെ വീഡിയോ സേവ് ചെയ്തത് നമ്മുടെ പാലോട് ജംഗ്ഷനിൽ നിന്ന് തെങ്കാശി പോകുന്ന വഴിക്ക് BMC